Module number 1.12.01. Topic name: National Skill Qualification Framework. ഇതുപോലെ ഈ ഡെസ്ക്രിപ്റ്റുകൾ ഓരോ ലെവലിലുമുള്ള ലേണിംഗ് കസ്റ്റംസിന് വിപുലമായ പക്ഷേ അർത്ഥമുള്ള സൂചനകൾ നൽകുന്നതാണ്. ITIകളിലെ വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വേണ്ടി NSQF 10 ലെവലുകൾ ഡെസ്ക്രിപ്റ്റുകളോടെ സൂചിപ്പിച്ചിരിക്കുന്നു. നാം ഈ 10 ലെവലുകൾ ചുരുക്കത്തിൽ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ലെവൽ 1. പ്രക്രിയ ആവശ്യമാണ്. ആവർത്തന പ്രക്രിയ, മുൻ പ്രാക്ടീസ് ആവശ്യമില്ല. പ്രൊഫഷണൽ അറിവ്, പൊതുവായ ട്രേഡ് ടെർമിനോളജി, ഇൻസ്ട്രക്ഷണൽ വാക്കുകളുടെ അർത്ഥം എന്നിവയിൽ പരിചയം. പ്രൊഫഷണൽ വൈദഗ്ധ്യം, റൂട്ടീൻ, ആവർത്തനീയ, പ്രധാന കഴിവുകൾ വായന, എഴുതൽ, പ്രാഥമിക ഗണിതം, സാമൂഹിക മതപരമായ പരിസ്ഥിതി, വൈദഗ്ധ്യത്തിൻ്റെ അവബോധം. ഉത്തരവാദിത്തം, സ്ഥിരമായ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ലെവൽ 2. പ്രക്രിയ ആവശ്യമാണ്. ആവർത്തന പ്രക്രിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കലും പ്രാക്ടീസും. പ്രൊഫഷണൽ അറിവ്, മെറ്റീരിയൽ, ടൂളുകളും പ്രയോഗങ്ങളും. കോണ്ടെക്സ്റ്റൽ ക്വാളിറ്റി മുൻനിർത്തി പ്രൊഫഷണൽ വൈദഗ്ധ്യം, പരിമിത സേവന നൈപുണ്യങ്ങൾ, നല്ലതും മോശവും തമ്മിൽ വ്യത്യാസം കണ്ടെത്തുക. പ്രധാനപ്പെട്ട കഴിവുകൾ, എഴുത്തും വാചികവുമായുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കുകയും പകർന്നു നൽകുകയും ചെയ്യുന്നു. അടിസ്ഥാന ഗണിതം, സാമൂഹിക രാഷ്ട്രീയ മത വൈവിധ്യങ്ങൾ മനസ്സിലാക്കുക. ഉത്തരവാദിത്തം, സ്ഥിരമായ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ലെവൽ 3. പ്രക്രിയ ആവശ്യമാണ്. പരിമിത ശ്രേണിയിലെ റൂട്ടീൻ, പ്രവചനീയമായ പ്രവർത്തനങ്ങൾ. പ്രൊഫഷണൽ അറിവ്, അടിസ്ഥാന വാസ്തവങ്ങൾ, പ്രക്രിയകളും സിദ്ധാന്തങ്ങളും. പ്രൊഫഷണൽ വൈദഗ്ധ്യം, പ്രായോഗിക നൈപുണ്യങ്ങൾ ഓർമ്മിപ്പിക്കുക, പ്രകടിപ്പിക്കുക. പ്രധാന കഴിവുകൾ, കുറഞ്ഞ വ്യക്തതയോടെ വാചിക എഴുത്ത്, ആശയവിനിമയം, പ്രാഥമിക ഗണിതം, അതുപോലെ ആൾജിബ്ര, ബാങ്കിങ്, സാമൂഹിക പരിതസ്ഥിതി മനസ്സിലാക്കൽ. ഉത്തരവാദിത്തം, അടുത്ത മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുക, നിർവചിച്ച പരിധികളിൽ അടിസ്ഥാനമായ ഉത്തരവാദിത്തം. ലെവൽ 4. പ്രക്രിയ ആവശ്യമായിരിക്കുന്നത്, പരിചിതമായ പ്രവചനീയമായ റൂട്ടീൻ അവസ്ഥ, വ്യക്തമായ തിരഞ്ഞെടുപ്പ്. പ്രൊഫഷണൽ അറിവ്, പഠന മേഖലയുടെ വാസ്തവപരമായ അറിവ്. പ്രൊഫഷണൽ വൈദഗ്ധ്യം, ഗുണമേന്മയുള്ള ആവശ്യങ്ങൾ ഉപയോഗിച്ച് പ്രായോഗിക നൈപുണ്യങ്ങൾ ഓർമ്മിപ്പിക്കുക, പ്രകടിപ്പിക്കുക. പ്രധാനപ്പെട്ട കഴിവുകൾ, വ്യക്തികളോടെ എഴുതുവാനും വാചികമായും, ആശയവിനിമയ നൈപുണ്യങ്ങൾ, പ്രാഥമിക ഗണിതം, ആൾജിബ്ര നൈപുണ്യങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ പ്രകൃതി വിദ്യാമേഖല ഇവയെക്കുറിച്ച് മനസ്സിലാക്കൽ. ഉത്തരവാദിത്തങ്ങൾ നോക്കാം. സ്വന്തമായ ജോലി, പഠനം എന്നിവയിൽ ഉത്തരവാദിത്തം. ലെവൽ 5. പ്രക്രിയ ആവശ്യമായിരിക്കുന്നത്, പരിചിതമായ കോണ്ടെക്സ്റ്റിൽ വ്യക്തമായ പ്രക്രിയകളോടെ വികസിതമായ നൈപുണ്യം, ആവശ്യമായ ജോലി. പ്രൊഫഷണൽ അറിവ്, ഒരു പ്രവൃത്തി മേഖലയിൽ അല്ലെങ്കിൽ പഠന മേഖലയിലെ വാസ്തവങ്ങൾ, സിദ്ധാന്തങ്ങൾ, പ്രക്രിയ, പൊതുവായ ആശയങ്ങൾ എന്നിവയുടെ അറിവ്. പ്രൊഫഷണൽ വൈദഗ്ധ്യം, അടിസ്ഥാന മെത്തേഡ്സ്, ടൂൾസ്, മെറ്റീരിയൽസ്, ഇൻഫർമേഷൻ എന്നിവയെ തിരഞ്ഞെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ആവശ്യമായി ഇരിക്കേണ്ടതാണ്. പ്രായോഗിക നൈപുണ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രധാന കഴിവുകൾ, അഭിലക്ഷ്യമായ ഗണിത നൈപുണ്യം, സാമൂഹിക രാഷ്ട്രീയ അവബോധം, വിവരങ്ങൾ ശേഖരിക്കുവാനും ഓർഗനൈസ് ചെയ്യുവാനും നൈപുണ്യം. ഉത്തരവാദിത്തം, സ്വന്തമായ ജോലി, പഠനം എന്നിവയിൽ ഉത്തരവാദിത്തം. മറ്റ് ആളുകളുടെ ജോലി, പഠനം എന്നിവയിൽ ചില ഉത്തരവാദിത്തം.
ലെവൽ 6. പ്രക്രിയ ആവശ്യമായിരിക്കുന്നത് വ്യാപകമായ സ്പെഷ്യലിസ്റ്റ് ടെക്നിക്കൽ നൈപുണ്യങ്ങൾ, വ്യാപക പ്രവർത്തന ശ്രേണിയിൽ വ്യക്തമായ അറിവും പ്രായോഗികവും. പ്രൊഫഷണൽ അറിവ്, വ്യാപക കോണ്ടെക്സ്റ്റുകളിൽ വാസ്തവ സിദ്ധാന്തപരമായ അറിവ്. പ്രൊഫഷണൽ വൈദഗ്ധ്യം, നിശ്ചിത പ്രശ്നപരിഹാരത്തിനായി പ്രയോഗിക്കാവുന്ന നൈപുണ്യങ്ങൾ. പ്രധാനപ്പെട്ട കഴിവുകൾ: ഗണിത കണക്കുകൂട്ടലിൽ മികച്ച നൈപുണ്യം, ഡാറ്റ ശേഖരണത്തിൽ മികച്ചത്, വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതിൽ നല്ലത്, സാമൂഹിക രാഷ്ട്രീയ മതപരവും പ്രകൃതി വിദ്യാമേഖലയിലെ നല്ല അവബോധവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഉത്തരവാദിത്തം, സ്വന്തമായ ജോലി, പഠനം എന്നിവയ്ക്ക് അതുപോലെ മറ്റുള്ളവരുടെ ജോലി, പഠനം എന്നിവയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കേണ്ടതാണ്. ലെവൽ 7. പ്രക്രിയ ആവശ്യമായിരിക്കുന്നത് റൂട്ടീൻ നോൺ റൂട്ടീൻ ജോലികളിലെ വ്യാപകമായ സ്പെഷ്യലിസ്റ്റ് സിദ്ധാന്തപരവും പ്രായോഗികവുമായ നൈപുണ്യങ്ങളിലെ കമാൻഡ്. പ്രൊഫഷണൽ അറിവ്, പഠന മേഖലകളിലെ വ്യാപക കോണ്ടെക്സ്റ്റുകളിൽ വ്യാപകമായവ, വാസ്തവങ്ങൾ, സിദ്ധാന്തപരമായ അറിവ്. പ്രൊഫഷണൽ വൈദഗ്ധ്യം, നിശ്ചിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വ്യാപക താൽക്കാലിക പ്രായോഗികമായ നൈപുണ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രധാനമായ കഴിവുകൾ: നല്ല ലോജിക്കൽ അതുപോലെ ഗണിത നൈപുണ്യങ്ങൾ, സാമൂഹിക രാഷ്ട്രീയ പ്രകൃതി വിദ്യാമേഖലയിലെ അവബോധം, വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ്, ഓർഗനൈസ് ചെയ്യൽ, വ്യക്തമായ ആശയവിനിമയം ഇവ ഉണ്ടായിരിക്കേണ്ടതാണ്. ഉത്തരവാദിത്തം, ഗ്രൂപ്പിൻ്റെ ഔട്ട്പുട്ടിൻ്റെയും വികസനത്തിൻ്റെയും പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കേണ്ടതാണ്. ലെവൽ 8. പ്രക്രിയ ആവശ്യമായിരിക്കുന്നത് പ്രൊഫഷണൽ അറിവ്, പ്രൊഫഷണൽ വൈദഗ്ധ്യം, സൃഷ്ടിപരമായ പരിഹാരങ്ങൾ വികസിപ്പിക്കുവാൻ വിശാലമായ ലോജിക്കൽ, സിദ്ധാന്തപരമായ അറിവും പ്രായോഗികമായ നൈപുണ്യങ്ങളും, ബൗദ്ധിക സ്വാതന്ത്ര്യം, വിശകലന കഠിന പരിശ്രമം, നല്ല ആശയവിനിമയം പ്രകടിപ്പിക്കാനുള്ളതായ കഴിവും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രധാന കഴിവുകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തം: പ്രവൃത്തിയിലെ പ്രവചിക്കാനാകാത്ത മാറ്റങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ മാനേജ്മെൻറ്റ്, മേൽനോട്ടം, സ്വയം മറ്റുള്ളവരെക്കുറിച്ചുള്ളതായ ഉത്തരവാദിത്തം ഇവ ഉണ്ടായിരിക്കേണ്ടതാണ്. ലെവൽ 9. പ്രക്രിയ ആവശ്യമായിരിക്കുന്നത് പ്രൊഫഷണൽ അറിവ്, പ്രൊഫഷണൽ വൈദഗ്ധ്യം, പ്രധാനമായ അറിവുകളും നൈപുണ്യങ്ങളും, വിഷയത്തിൻ്റെ നിർണായക അവബോധം മാറ്റി പുതുമകളെ പ്രകടിപ്പിക്കുന്നു, ഗവേഷണ പൂർത്തീകരണം, പ്രധാന കഴിവുകൾ, ഉത്തരവാദിത്തം, പ്രവചിക്കാനാകാത്ത ജോലിയിലെ സങ്കീർണ സാങ്കേതിക മേഖലയിലെ അല്ലെങ്കിൽ പ്രവർത്തനത്തിലെ തീരുമാനങ്ങൾ എടുക്കൽ. ലെവൽ 10. പ്രക്രിയ ആവശ്യമായിരിക്കുന്നത് പ്രൊഫഷണൽ അറിവ്, പ്രൊഫഷണൽ വൈദഗ്ധ്യം, ഗവേഷണ സ്കോളർഷിപ്പ് മുഖേന മൗലിക സംഭാവന നൽകുന്ന ഹൈലി സ്പെഷ്യലിസ്റ്റ് അറിവും പ്രശ്നപരിഹാര നൈപുണ്യങ്ങളും. പ്രധാന കഴിവുകൾ: ഉത്തരവാദിത്തം, പ്രവചിക്കാനാകാത്ത സങ്കീർണ ജോലി പഠന അവസ്ഥകളിൽ നയതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള കഴിവ് അല്ലെങ്കിൽ ഉത്തരവാദിത്തം. അതിനാൽ അധ്യാപകരെ, ഈ NSQFൻ്റെ ഈ ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നാം പഠിച്ചത് എന്തൊക്കെയാണ്? NSQFൻ്റെ വിവിധ ലെവലുകൾ,